കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, എന്റെ പേര് അശ്വതി. ഞാൻ ലേൺവൈസിൽ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് മെന്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ ഇഗ്നോ കണ്ടക്ട് ചെയ്യുന്ന ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ അടുത്തെത്തി കഴിഞ്ഞു. അപ്പൊ എല്ലാ പ്രാവശ്യത്തെ പോലെ നിങ്ങളുടെ എക്സാമിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലേൺവൈസിന്റെ സൈഡിൽ നിന്ന് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതിൽ സക്സസ്ഫുള്ളി നമ്മളിപ്പോ 4th ഇയറും ഇഗ്നോ അൾട്ടിമേറ്റ് അനാലിസിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അനാലിസിസ് സെഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫോക്കസ് 4.0 കഴിഞ്ഞ പ്രാവശ്യം 3.0 നമ്മൾ സക്സസ്ഫുള്ളി തന്നെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ അതിന്റെ നെക്സ്റ്റ് സീസൺ 4.0 ലോഞ്ച് ചെയ്യാണ്. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബികോം ജനറലിന്റെ പേപ്പർ ആയിട്ടുള്ള BCOC 138 കോസ്റ്റ് അക്കൗണ്ടിങ് പ്രോബ്ലം പേപ്പർ ആണ്. ഒരുപാട് സ്റ്റുഡൻസ് ഒരുപാട് ടെൻഷൻ അടിക്കുന്ന, ഒരുപാട് പേടിക്കുന്ന പേപ്പറാണ്. പക്ഷെ പേടിക്കാനൊന്നുമില്ല. ഒരു ഫോക്കസ് ചെയ്യേണ്ട ചില ഏരിയാസിലുള്ള ഒരു കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും പാസ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം തന്നെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാകാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കാം. നമ്മളൊരു കാര്യം പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിലോട്ട് ഇറങ്ങുക, അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു BCOC 138 പേപ്പറിന്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ചില ടെക്നിക്സും ട്രിക്സും സ്ട്രാറ്റജീസും ഏതൊക്കെ ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഈ ഒരു സെഷന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു 4-5 വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എക്സ്റ്റെൻസീവ് ആയിട്ട് തന്നെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വെയിറ്റേജ് ഉള്ള ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, റിക്കറിംഗ് ആയിട്ട് ഏതൊക്കെ ഏരിയാസ് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സെഷൻ കൊണ്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. കുറച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും കുറച്ച് ഒരു സ്മാർട്ട് വർക്ക് നടത്തി എങ്ങനെ പാസ്സാവുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഈ ഒരു ഡോക്യുമെന്റിന്റെ റോഡ് മാപ്പ് നമ്മൾ നോക്കുന്ന സമയത്ത് ബേസിക് ആയിട്ട് ഫസ്റ്റ് കാറ്റഗറി വരുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഇഗ്നോ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാം, ബ്ലോക്കുകളും പിന്നീട് ഓരോ യൂണിറ്റുകളും പിന്നീട് ഓരോ ടോപ്പിക്കുകളായിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഓരോ ബ്ലോക്കിൽ നിന്ന് ഏതൊക്കെ ബ്ലോക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതൊക്കെ ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് നിങ്ങൾക്ക് വളരെയധികം ഒരു ഹൈ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനാണ് സിലബസ് മാപ്പിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് കാറ്റഗറി എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റും. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമായിരിക്കും. അതിനൊക്കെ അലോട്ട് ചെയ്യുന്ന മാർക്സും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് ആ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തത് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ആണ്. ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ കൺസെപ്റ്റുകളിൽ നിന്നാണ് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് കൂടുതൽ വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു സെഷനാണ് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ എന്ന് പറയുന്ന ഏരിയ. അടുത്തത് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ് ആണ്. നമ്മൾ ആ ഒരു അനാലിസിസിന്റെ ഒരു ട്രെൻഡ് അനാലിസിസിന്റെ ബേസിസിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാംസിന് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പ്രോബബിലിറ്റി കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയയാണ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. നെക്സ്റ്റ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആൻഡ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഫസ്റ്റ് ഹാൻഡ് റിവിഷൻ കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വയം തന്നെ സെൽഫ്
സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ലേൺ വൈസ് ആപ്പ് പർച്ചേസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറിന്റെ ആൻസേഴ്സും ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ബാക്കിയുള്ള സ്റ്റുഡൻസ് ടെക്സ്റ്റിന്റെ ഹെൽപ്പോട് കൂടെ നിങ്ങൾ ആൻസേഴ്സ് സ്വയം കണ്ടെത്തുക. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താൻ വേണ്ടി നോക്കുക കേട്ടോ. നമ്മൾ ആ ഒരു ഫൈനൽ എക്സാം ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് അതിന് മുമ്പ് തന്നെ നമ്മുടെ പെർഫോമൻസ് ലെവൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മോക്ക് പ്രൊഡക്റ്റീവ് പേപ്പേഴ്സ് ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. അടുത്തത് മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീമാണ്. ഒരു ആൻസർ വളരെ വ്യക്തമായിട്ട് വളരെ കൃത്യതയോടുകൂടെ എങ്ങനെ എഴുതാം, എങ്ങനെ എന്തൊക്കെ ഒരു ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം പോയിന്റ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയിട്ടുള്ള ഒരു ഇഗ്നോ സെറ്റ് ചെയ്യാൻ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഒരു ആൻസറിന് ഇത്ര ക്വാളിറ്റീസും കാര്യങ്ങളും അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു സെഷനിൽ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മൾ ബേസിക് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനലൈസ് ചെയ്തിട്ട് അതിൽ വരുന്ന ടോപ്പിക് ഫ്രീക്വൻസി അതിനുള്ള ഓരോ വെയിറ്റും കാര്യങ്ങളും അലോട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഈ ഒരു PPT നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. എക്സാം റെലവൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ നമ്മൾ നോക്കിയിട്ട് എങ്ങനെയാണ് നമുക്ക് സിലബസ് മാപ്പിംഗ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഏറ്റവും റിക്കറിംഗ് ആയിട്ട് വരുന്ന ഒരു ഏറ്റവും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, സിലബസ് മാപ്പിംഗ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്നത്. ഹൈ റെലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 10, നമ്മൾ കഴിഞ്ഞ ഒരു 5 അറ്റംപ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ഒരു 10ഓ അതിലധികമോ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. മീഡിയം റെലവൻസ് എന്ന് പറയുമ്പോൾ 5 to 9 അപ്പിയറൻസ് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്. ലോവർ റെലവൻസ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 5 റെലവൻസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ബേസിക് ആയിട്ട് നോക്കേണ്ടത് കേട്ടോ. സോ ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് നോക്കുന്ന സമയത്ത് നമ്മളൊരു ബ്ലോക്ക് വൈസ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് 1 ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 24 ക്വസ്റ്റ്യൻസ്, ബ്ലോക്ക് 1 ബേസിക് കൺസെപ്റ്റിൽ നിന്ന് ഏകദേശം 24 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട്. ആൻഡ് ബ്ലോക്ക് 2 മെറ്റീരിയൽ ആൻഡ് ലേബറിന് ഏകദേശം 32 ക്വസ്റ്റ്യൻസും, ബ്ലോക്ക് 3 ഓവർഹെഡ്സിൽ നിന്ന് ഏകദേശം 21 ക്വസ്റ്റ്യൻസും, ബ്ലോക്ക് 4 മെത്തേഡ്സ് ഓഫ് കോച്ചിങ്ങിൽ നിന്ന് ഏകദേശം 29 ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം ഒരു ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് 4ഉം ബ്ലോക്ക് 3യും ഈക്വലന്റ് ആയിട്ട് തന്നെ. സോ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ബ്ലോക്ക് 2ൽ നിന്ന് ഏകദേശം 32ഉം ബ്ലോക്ക് 4ൽ നിന്ന് 29 ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. തൊട്ട് പുറകെ തന്നെ ബേസിക് കൺസെപ്റ്റ് ബ്ലോക്ക് 1ൽ നിന്ന് 24 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഡിഫറെന്റ് ബ്ലോക്സ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോട്ടൽ BYQ അപ്പിയറൻസ് നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു ടേബിളിന്റെ ബേസിസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡയഗ്രാം ആണ്. നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ബ്ലോക്ക് 2ൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ്, ദെൻ ബ്ലോക്ക് 4, ദെൻ ബ്ലോക്ക് 1 ആൻഡ് ദെൻ ബ്ലോക്ക് 3. അപ്പൊ ഈ ഒരു ഇമ്പോർട്ടൻസ് ഫോളോ ചെയ്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ബ്ലോക്കുകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അടുത്തത് ഹീറ്റ് മാപ്പ് സമ്മറിയാണ്. നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ഏറ്റവും ഡാർക്കർ കളേഴ്സ് ഏതൊക്കെ ബ്ലോക്കുകളിൽ നിന്നാണോ വന്നിട്ടുള്ളത് അതിൽ നിന്നാണ് ആ ഒരു ഡാർക്കർ കളേഴ്സ് വരുന്ന ബ്ലോക്കുകളാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇപ്പൊ ബ്ലോക്ക് 1 നോക്കുന്ന സമയത്ത് ഡാർക്കർ കളേഴ്സ് ആണ് കൂടുതൽ കാണുന്നത്. ബ്ലോക്ക് 2ലും ഡാർക്കർ കളേഴ്സ് ആണ്. ആൻഡ് ബ്ലോക്ക് 3ലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യൂണിറ്റ് നമ്പേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും യൂണിറ്റ് 8ഉം യൂണിറ്റ് 9 എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബ്ലോക്ക് 4ലെ യൂണിറ്റ് 12ൽ നിന്ന് 7 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബേസിസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസും കാര്യങ്ങളും ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് കോംപ്രഹെൻസീവ് ടേബിൾ ആണ്. സിലബസ് ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് മാപ്പിംഗ് ആണ് നമ്മൾ ചെയ്യണത്. ഇതിൽ ഏതൊക്കെ ബ്ലോക്ക് വൈസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക് വൈസ് ഏതൊക്കെയാണ് വന്നിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ബ്ലോക്ക് 1 നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യൂണിറ്റ് 1ൽ നിന്ന് നീഡ് ഫോർ പോസ്റ്റിംഗ് ഏരിയാസിൽ നിന്ന് ഏകദേശം 8 മാർക്കിന് 8 പ്രാവശ്യമായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരു ഹൈ റെലവന്റ് കാറ്റഗറിയിൽ നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. ബ്ലോക്ക് 1ൽ തന്നെ യൂണിറ്റ് 1ലെ ഡെഫിനിഷൻ, സ്കോപ്പ്, ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്ന ഏരിയാസിൽ നിന്നും 7 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഹൈ റെലവന്റ് കാറ്റഗറിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്ത ബ്ലോക്ക് 1ലെ യൂണിറ്റ് 2 ക്ലാസിഫിക്കേഷൻ ഓഫ് കോഴ്സിൽ നിന്ന് 6 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 2ൽ തന്നെ യൂണിറ്റ് 3 മെറ്റീരിയൽ കൺട്രോൾ ആൻഡ് പർച്ചേസിൽ നിന്ന് 9 ടൈംസ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഹൈ കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 2ലെ ഫോർത്ത് യൂണിറ്റിലെ ഇൻവെന്ററി കൺട്രോൾ, ABC അനാലിസിസ്, EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി തുടങ്ങിയിട്ടുള്ള ഏരിയാസിൽ നിന്ന് 7 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഹൈ റെലവന്റ് കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് ബ്ലോക്ക് 2 യൂണിറ്റ് 5ൽ നിന്ന് പ്രൈസിംഗ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂസിൽ നിന്ന് 6 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 2ലെ 6th യൂണിറ്റ് ലേബർ കോസ്റ്റിംഗ് ആൻഡ് ടൈം കീപ്പിംഗ് 5 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്ത ബ്ലോക്ക് 2 7th യൂണിറ്റിൽ നിന്ന് വേസ്റ്റ് പേയ്മെന്റ് ആൻഡ് ഇൻസെന്റീവ് സ്കീംസ് 5 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മീഡിയം പ്രയോറിറ്റിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്ത ബ്ലോക്ക് 3
എട്ടാമത്തെ യൂണിറ്റിൽ നിന്ന് ഓവർഹെഡ്സ് ക്ലാസിഫിക്കേഷൻ ആൻഡ് അപ്പോർച്ച്മെന്റിൽ നിന്ന് എട്ട് പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഹൈ ഇമ്പോർട്ടന്റ് കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 3 9th യൂണിറ്റ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ് 7 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഹൈ റെലവന്റ് കാറ്റഗറിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 3 10th യൂണിറ്റ് മെഷീൻ അവർ റേറ്റ് 3 പ്രാവശ്യം ആണ് നമ്മൾ ആ ഒരു ഒക്യുറൻസ് നമ്മൾ ഇതാക്കുന്നത്. ലോ കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 3 11th യൂണിറ്റ് അഡ്മിനിസ്ട്രേഷൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ABC അനാലിസിസിൽ നിന്നൊക്കെ 3 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ലോ കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അടുത്തത് ബ്ലോക്ക് 4 വരുന്ന സമയത്ത് 12th യൂണിറ്റ് പോസ്റ്റ് ഷീറ്റ് യൂണിറ്റ് പോസ്റ്റിംഗിൽ നിന്ന് 7 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹൈ കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 4 13 യൂണിറ്റ്സിൽ നിന്ന് ജോബ് പോസ്റ്റിംഗിൽ നിന്ന് 6 പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 4 14 യൂണിറ്റിൽ നിന്ന് കോൺട്രാക്ട് പോസ്റ്റിംഗ് 5 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 4 യൂണിറ്റ് 15 പ്രോസസ് കോസ്റ്റിംഗിൽ നിന്ന് 6 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 4 16 നിന്ന് യൂണിറ്റ് 16 നിന്ന് ജോയിന്റ് ആൻഡ് ബൈ പ്രൊഡക്ട് കോസ്റ്റിംഗിൽ നിന്ന് 3 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ലോ കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 4 യൂണിറ്റ് 17 വാലുവേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് 2 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ലോ കാറ്റഗറിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് ബ്ലോക്ക് 4 തന്നെ സർവീസ് കോസ്റ്റിംഗ് യൂണിറ്റ് 18 ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതായിട്ടും ബ്ലോക്ക് 4 19 യൂണിറ്റ്സ് റീകൺസിലേഷൻ ഓഫ് അക്കൗണ്ട്സിൽ നിന്നും ഒരു പ്രാവശ്യം ലോ കാറ്റഗറിയിലാണ് നമ്മൾ അത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇതിൽ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ ബ്ലോക്ക് 2 ബ്ലോക്ക് 1 ബ്ലോക്ക് 4 എന്നൊക്കെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എപ്പോഴും ഹൈ ഈൽഡ് ടോപ്പിക്സ് ഏതാണെന്ന് നോക്കുക. നിങ്ങളിപ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോകുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ റിവിഷൻ ടൈമാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള കാറ്റഗറി സ്റ്റുഡൻസും ഫസ്റ്റ് ആ ഒരു ടൈം ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് പഠിക്കാൻ തുടങ്ങുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഫസ്റ്റ് തന്നെ ഏറ്റവും കൂടുതൽ ടോപ്പ് 3 ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ കോസ്റ്റിംഗിന്റെ കേസസിൽ മെറ്റീരിയൽ കൺട്രോൾ ആൻഡ് പർച്ചേസ് പ്രൊസീജിയർ ബ്ലോക്ക് 2 യൂണിറ്റ് 3 കൺസിസ്റ്റന്റ്ലി 9 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ഏരിയസിലെ കാൽക്കുലേഷൻസിനും പ്രാക്ടിക്കൽ സിനാരിയോസിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. അടുത്തത് ഓവർഹെഡ് ക്ലാസിഫിക്കേഷൻ ആൻഡ് അപ്പോർച്ച്മെന്റ് ആണ്. അതിൽ നിന്ന് ബ്ലോക്ക് 3 യൂണിറ്റ് 8 നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഷോർട്ട് നോട്ട്സ് ആയിട്ടോ ഫുൾ ലെങ്ത് പ്രോബ്ലംസ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 8 പ്രാവശ്യത്തോളം തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുമുണ്ട്. അപ്പൊ ഇനിയും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഒരു റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം പ്രിപ്പറേഷൻ എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു സെക്കൻഡ് ഇതിനും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അടുത്തത് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷൻ ആൻഡ് യൂണിറ്റ് കോസ്റ്റിംഗ് ബ്ലോക്ക് 4 യൂണിറ്റ് 12 ഫ്രീക്വന്റ് ഇൻ ബോത്ത് തിയറി ആൻഡ് കമ്പ്യൂട്ടേഷൻ. ഇറ്റ്സ് എ ഫൗണ്ടേഷണൽ ആൻഡ് regularly assessed in every term and എക്സാമിനേഷൻ സൈക്കിൾ. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷനും യൂണിറ്റ് കോസ്റ്റിംഗ് എന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ബ്ലോക്ക് 4 യൂണിറ്റ് 12. അപ്പൊ നിങ്ങൾ ഈ ഒരു 3 ഹൈ ടോപ്പിക്സിന് എന്ത് ചെയ്യുക, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് നിങ്ങൾ എക്സാമിന്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ആ ഒരു ബേസിക് ആയിട്ടുള്ള റൂൾസ് എന്ന് പറഞ്ഞാൽ ഹൈ ആയിട്ടുള്ള ഹൈ പ്രോബിലിറ്റി ഉള്ള ഏരിയാസ് നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യുക, ദെൻ മീഡിയം, ദെൻ ലോ. ലോ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യല്ല വേണ്ടത്. നിങ്ങൾ 1-2 പ്രാവശ്യമെങ്കിലും അത് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ടൈം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ ഈ ഒരു അപ്പിയറൻസസ് ഞാനിപ്പോ കഴിഞ്ഞ ടേബിൾസിലൊക്കെ പറഞ്ഞത് കഴിഞ്ഞ 6 വർഷത്തെ 6 ടേം ആൻഡ് എക്സാമിനേഷനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ നോക്കിയിട്ടാണ് ആ ഒരു അപ്പിയറൻസസിന്റെ നമ്പർ നമ്മളിപ്പോ റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആ ഒരു ബേസിസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. നമ്മളൊരു കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ജൂൺ 2022 മുതൽ ഡിസംബർ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമുക്കറിയാം പല ടൈപ്പ് ഓഫ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് തന്നെ കാണാൻ പറ്റും. എസ് എ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫുൾ ലെങ്ത് എക്സ്പ്ലനേഷൻ ഓർ ക്രിട്ടിക്കൽ അനാലിസിസ് ആണ് നമ്മൾ ആൻസർ ആയിട്ട് അവർ എക്സാമിനറെ എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്തത് ഷോർട്ട് നോട്ട്സ് ആൻഡ് ഡെഫിനിഷൻസ് ഉണ്ട്. കൺസൈസ് ആയിട്ടുള്ള ഡെഫിനിഷൻസും എക്സ്പ്ലനേഷൻസും ഒരു ലിസ്റ്റ് ഫോമിലെ
ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ന്യൂമറിക്കൽ പ്രോബ്ലംസ് കമ്പ്യൂട്ടേഷൻ കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് കാൽക്കുലേഷൻസും കാര്യങ്ങളും നിങ്ങൾ വർക്കിംഗ് നോട്ട്സ് കാണിക്കേണ്ടതുണ്ടെങ്കിൽ വർക്കിംഗ് നോട്ട്സ് സെപ്പറേറ്റ് ഹെഡ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കിംഗ് നോട്ട്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കാൻ വേണ്ടി നോക്കുക. അടുത്ത ഫോർത്ത് കാറ്റഗറി എന്ന് പറയുന്നത് അപ്ലൈഡ് കേസ് ബേസ്ഡ് പ്രോബ്ലംസ് ആണ്. എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഡാറ്റ ഒക്കെ തന്നിട്ട് നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 ഓപ്ഷൻസ്, ഒരു ഗുഡ് 2 സെല്ലേഴ്സിന്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാം, വിച്ച് വൺ ഈസ് മോർ കോസ്റ്റ് എഫിഷ്യന്റ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതൊക്കെ ഒരു പ്രാക്ടിക്കൽ സിനാരിയോ. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് ഒരു സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അതൊക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ മേടിക്കുള്ളൂ. സെയിം ലെവൽ ഓഫ് ലോജിക് തന്നെയാണ് നമ്മൾ കോസ്റ്റിംഗിലും വരുന്നത്. അപ്പൊ അത് നോക്കിയിട്ട് അതിന്റെ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ MCQ ക്വസ്റ്റ്യൻസ് അങ്ങനെ യൂഷ്വലി ചോദിച്ചു കാണാറില്ല. വളരെ പണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നും കാണാറില്ല. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും കോസ്റ്റിംഗിൽ അങ്ങനെ പൊതുവെ ചോദിച്ചു കാണാറില്ല കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക. പിന്നെ ടിപ്പിക്കൽ മാർക്സ് ആൻഡ് ലെങ്ത് ബൈ ഫോർമാറ്റ്. ഇപ്പൊ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ സ്റ്റുഡൻസിന് എപ്പോഴും ഡൗട്ട് ആണ്, എത്ര വേർഡ്സിൽ നമ്മൾ ആൻസർ ചെയ്യണം, എങ്ങനെ വേണം എന്നുള്ളതൊക്കെ. അപ്പൊ essay ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഒക്കെ യൂഷ്വലി 10 to 20 മാർക്കിനാണ് വരാറുള്ളത്. അറൌണ്ട് ഒരു 200 to 350 വേർഡ്സിൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരും. അടുത്തത് ഷോർട്ട് നോട്ട്സ് ആൻഡ് ഡെഫിനിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. 4 to 8 മാർക്സിനൊക്കെയാണ് വരാറുള്ളത്. ഒരു 60 to 100 മാർക്സിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആൻസർ ചെയ്യേണ്ടി വരും. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് കമ്പ്യൂട്ടേഷൻസ് ആണ്. ഒരു 8 to 20 മാർക്സിനോളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മൾട്ടി സ്റ്റെപ്പ് ആയിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 6 to 10 ലൈൻസ്. ഇതിപ്പോ മാർക്ക് കാണുമ്പോൾ 20 മാർക്കിനുള്ള ഒരു പ്രോബ്ലം ആണ്. അയ്യോ ഞാനൊരു 300 വേർഡ് എഴുതിയില്ലല്ലോ, 200 വേർഡ് എഴുതിയില്ലല്ലോ എന്നല്ല അപ്പൊ വറി ചെയ്യേണ്ടത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസറിലോട്ട് എത്താൻ വേണ്ടത്. വർക്കിംഗ് നോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് വളരെ കുറഞ്ഞ സ്റ്റെപ്സ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, പക്ഷെ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ അപ്ലൈഡ് അല്ലെങ്കിൽ കേസ് ബേസ്ഡ് പ്രോബ്ലംസിന് 10 to 20 മാർക്സിനാണ് വരാറുള്ളത്. അറൌണ്ട് ഒരു 150 to 250 വേർഡ്സും ഒരു വർക്കിംഗ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെ MCQ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെ റെയർ ആയിട്ട് ചോദിക്കാറുള്ളൂ. ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിംഗിൾ സെന്റൻസിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പാരഗ്രാഫ് ഫോർമാറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 200 to 350 വേർഡ്സിലും ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഡീറ്റെയിൽ വർക്കിംഗ്സും കാര്യങ്ങളും ഫോർമുലയൊക്കെ മെൻഷൻ ചെയ്തിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. ഇപ്പൊ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ചിലപ്പോൾ ഫൈനൽ ആൻസർ തെറ്റാണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്റ്റെപ്പ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് സ്റ്റെപ്സ് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു 5 സ്റ്റെപ്സ് ഉള്ള പ്രോബ്ലംസ് ആണെങ്കിൽ 3rd സ്റ്റെപ്പ് വരെ നിങ്ങൾ കറക്റ്റ് ആണെങ്കിൽ ആ 3rd സ്റ്റെപ്പ് വരെയുള്ള സ്റ്റെപ്പ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾ ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാണ്ട് അറിയുന്ന കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. പിന്നെ ഷോർട്ട് നോട്ട്സ് ആൻഡ് ഡെഫിനിഷൻ ക്വസ്റ്റ്യൻസിന് ഏകദേശം 4 to 8 മാർക്സിനൊക്കെ വരാറുള്ളത്. 60 to 100 മാർക്സിനുള്ള നിങ്ങൾ എന്ത് ചെയ്യുക, കീ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഷോർട്ട് നോട്ട്സോ ഡെഫിനിഷൻസോ എഴുതാൻ വേണ്ടി നോക്കുക. അപ്ലൈഡ് ആൻഡ് കേസ് ബേസ്ഡ് പ്രോബ്ലംസിലും നിങ്ങൾ എന്ത് ചെയ്യുക, റിക്വയർഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസും കാര്യങ്ങളും ആ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ അതിനെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ കൺസെപ്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഒരു കൺക്ലൂഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, കേസ് ബേസ്ഡ് പ്രോബ്ലംസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളൊരു ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് വന്നിട്ടുള്ള, ഏറ്റവും പ്രോബ്ലംസ് അല്ല, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്കിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു ഇപ്പൊ ജൂൺ 2022 മുതൽ ജൂൺ 2024 വരെയുള്ള ഒരു 5 സെഷനിൽ എങ്ങനെ എത്ര പെർസെന്റേജ് ഓഫ് മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് നമ്മൾ നോക്കുന്നത്. ബ്ലോക്ക് 1 ബേസിക് കൺസെപ്റ്റ് നോക്കുന്ന സമയത്ത് ഏകദേശം 18% ഓഫ് ക്വസ്റ്റ്യൻസും ആ ഒരു ബ്ലോക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 2 മെറ്റീരിയൽ ആൻഡ് ലേബറിന് അറൌണ്ട് 30% ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 3 ഓവർഹെഡ്സിൽ നിന്ന് 20%, ബ്ലോക്ക് 4 മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗിൽ നിന്ന് 32% ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഏതൊക്കെ കൂടുതൽ ഏത് ബ്ലോക്കാണോ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നിന്ന് തന്നെ മനസ്സിലായി കാണും. ബ്ലോക്ക് 4ലുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. ബ്ലോക്ക് 1 നിങ്ങൾ പഠിക്കുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വെറും പ്രോബ്ലംസ് മാത്രമല്ല, തിയറീസ് ഇഷ്ടം പോലെ വരും. കൂടുതലും തിയറി ഏരിയാസ് ഒക്കെ വരാറുള്ളത് ബ്ലോക്ക് 1ൽ നിന്നൊക്കെയാണ്. അപ്പൊ ആ ഒരു ഏരിയാസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അടുത്തത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു ഇയർലി വന്നിട്ടുള്ള ഒരു ഇതാ. അപ്പൊ ജൂൺ 2022 മുതൽ നമ്മുടെ ആ ഒരു 24 ജൂൺ അറ്റംപ്റ്റിലോട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ഇയർലി ചേഞ്ചസ് ഉണ്ടല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ essay ഡിസ്ക്രിപ്റ്റീവ് എന്നൊക്കെ കൂടുതൽ വരുന്നത്. ഇപ്പൊ ജൂൺ 22 32 മാർക്സിന് 32% essay ക്വസ്റ്റ്യൻസ് വരുന്നെങ്കിൽ ജൂൺ 24 എത്തുന്ന സമയത്ത് 26% വരുന്നുള്ളൂ. ന്യൂമറിക്കൽ പ്രോബ്ലംസിന്റെ കാറ്റഗറി, ഷോർട്ട് നോട്ട്സിന്റെ ആ പെർസെന്റേജ് ലെവലും കാര്യങ്ങളൊക്കെയാണ്. ഇത് ചിലപ്പോൾ ഇപ്രാവശ്യം മാറി മറിഞ്ഞു വരും. പാറ്റേണിലൊക്കെ എപ്പോഴും ചേഞ്ചസ് വരാം. നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും മാക്സിമം
ഒരു എന്താ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി നോക്കുക. അപ്പൊ നമുക്കിപ്പോ പാറ്റേൺ ചേഞ്ച് സഡൻലി ഒരു പാറ്റേൺ ചേഞ്ച് വന്നാലും നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിന്റെ ഒരു കൺസെപ്റ്റ് നോക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. പ്രിപ്പറേഷൻ ടിപ്പ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു 3 മണിക്കൂറിന്റെ പേപ്പറാണ്, 100 മാർക്സിന്റെ പേപ്പർ, ഒരു 3 മണിക്കൂർ പേപ്പർ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു പേപ്പറിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 65 to 70 മിനിറ്റ്സ് നമ്മൾ എടുക്കുക. അത് ആ ഒരു പ്രോബ്ലംസ് തന്നെ ഒരു 35-40 മാർക്കിന് വേണ്ടിയിട്ട് എന്ത് വരും, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ എസ് എ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 50 to 55 മിനിറ്റ്സിനുള്ളിൽ കവർ ചെയ്യാൻ നോക്കുക. പിന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 30 to 35 മിനിറ്റ്സിനുള്ളിൽ കവർ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്ലൈഡ് ആൻഡ് കേസ് സ്റ്റഡീസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരു 25-30 മിനിറ്റ്സിൽ നിങ്ങൾ കവർ ചെയ്യാൻ നോക്കുക. മൊത്തത്തിൽ ഒരു 3 hour ടൈമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 100 മാർക്സിൽ 35 മാർക്സ് നിങ്ങൾക്ക് പാസ് മാർക്ക് വേണം. അപ്പൊ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് മാക്സിമം പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. എപ്പോഴും ഒരു 10-15 മിനിറ്റ് ലാസ്റ്റ് ഒന്ന് ബാലൻസ് വെക്കുക, ജസ്റ്റ് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാനോ ഹൈലൈറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യാനോ അണ്ടർലൈൻ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എപ്പോഴും ലാസ്റ്റിക്ക് മാറ്റി വെക്കുക കേട്ടോ. അതൊക്കെ ആദ്യമേ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ കറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടില്ല. അതുകൊണ്ടാണ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PG ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ, എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. അടുത്ത് നമ്മൾ നോക്കുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. അതായത് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിസിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് എപ്പോഴും വരുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റേറ്റീവ് ആയിട്ട് എപ്പോഴും വരുന്നുണ്ട്. അപ്പൊ ആ ഒരു 10 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളത് മെൻഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് നിങ്ങളിപ്പോൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ള ഒരു ടേബിൾ ഫോമാറ്റിലോ അല്ലെങ്കിൽ പാരഗ്രാഫ് ഫോമാറ്റിലോ നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഏകദേശം 9 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. സെക്കൻഡ് വൺ, പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഫ്രം ഗിവൺ ഡാറ്റ. നിങ്ങൾക്ക് ഡാറ്റ തന്നിട്ടുണ്ടാവും, നിങ്ങൾ എന്ത് ചെയ്യുക, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. തേർഡ് വൺ, ഡിസ്കസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും 8 പ്രാവശ്യത്തോളം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് വൺ, ഡിസ്ക്രൈബ് വാരിയസ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആൻഡ് സ്റ്റേറ്റ് ദെയർ ആപ്ലിക്കേഷൻസ്. 8 പ്രാവശ്യത്തോളം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫിഫ്ത് വൺ, എക്സ്പ്ലെയിൻ ABC അനാലിസിസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ ഇൻവെന്ററി കൺട്രോൾ. നമുക്ക് A കാറ്റഗറി, B കാറ്റഗറി, C കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഡ്സ് ക്ലാസിഫൈ ചെയ്യുന്ന ABC അനാലിസിസിനെ പറ്റിയിട്ട് നിങ്ങൾ ഒരു പാരഗ്രാഫ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് എഴുതാൻ വേണ്ടിയിട്ട്, ഷോർട്ട് നോട്ടൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെന്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കണം. 7 പ്രാവശ്യത്തോളം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഡിസ്കസ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പർച്ചേസ് പ്രൊസീജിയർ ഇൻ എ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ. ഒരു മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷനിലുള്ള പർച്ചേസ് പ്രൊസീജിയേഴ്സ്, ഫസ്റ്റ് റിക്വസിഷൻ നോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒരു 7 പ്രാവശ്യത്തോളം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നോക്കിയിട്ട് അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അടുത്ത 7th ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, LIFO, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഓവർ ടൈം ഡിപ്രിസിയേഷൻ, പ്രൈം കോസ്റ്റ്, ഹാൾസേ പ്ലാൻ, പർച്ചേസ് ഓർഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഹാൾസേ പ്ലാൻ മാത്രമല്ല, ചിലപ്പോൾ റോവൻസ് പ്ലാൻ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. നിങ്ങൾ പഠിക്കുമ്പോൾ ആളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് എന്താണെന്നുള്ളത്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നതിന്റെ ആ ഒരു കൺസെപ്റ്റ് എന്താണ്, നിങ്ങൾക്ക് ആദ്യം നിങ്ങളെ ബിസിനസ്സിലോട്ട് വരുന്ന സ്റ്റോക്ക് ആയിരിക്കും നിങ്ങൾ ആദ്യം സെല്ല് ചെയ്യുക. ലിഫോ എന്ന് പറയുമ്പോൾ എന്താണ്, ലാസ്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സ്റ്റോക്ക് എന്ന് എടുത്തിട്ടായിരിക്കും നിങ്ങൾ ഇഷ്യൂ തുടങ്ങുന്നുണ്ടാവുക. അങ്ങനെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ കാൽക്കുലേറ്റ് മെഷീൻ അവർ റേറ്റ് വിത്ത് ഗിവൺ ഡാറ്റ തന്നിട്ടുണ്ടാവും. മെഷീൻ അവർ റേറ്റ്, സ്റ്റാൻഡിങ് ചാർജസും ഉണ്ട്, വാരിയബിൾ ചാർജസും ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ള കാറ്റഗറി നോക്കുക. ആ ഫോർമാറ്റ് പഠിച്ചു വെക്കുക. 7 പ്രാവശ്യത്തോളം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പയർ എ കോൺട്രാക്ട് അക്കൗണ്ട് വിത്ത് ഗിവൺ ഫിഗേഴ്സും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരിക്കും. അത് ആ ഒരു കറക്റ്റ് ഫോർമാറ്റും കാര്യങ്ങളും നോക്കിയിട്ട് ഏകദേശം 6 പ്രാവശ്യത്തോളം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 10th question, what is labor turnover? State causes and measures to minimize it. 6 times വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ഓർഗനൈസേഷനിൽ നിന്ന് എംപ്ലോയീസ്
ഒരു പോകുന്നുണ്ടാവില്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഒരു ഇയർ തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ 1000 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ 800 പേരെ പിന്നീട് ഉണ്ടാവുള്ളൂ, 200 പേര് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ വല്ലാതെ എംപ്ലോയീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നതൊക്കെ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇഷ്യൂസ് ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ ലേബർ ടേൺ ഓവറിന്റെ റീസൺസും അതെങ്ങനെ ഒഴിവാക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് 10th ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ്, എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, അതിന്റെ ഒരു ആവറേജ് മാർക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻസ് ജസ്റ്റ് മെൻഷൻ ചെയ്യുകയാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ്. ഡാറ്റ തന്നിട്ടുണ്ടാവും, നിങ്ങൾ എന്ത് ചെയ്യുക, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ABC analysis in inventory control, steps in purchase procedure, short notes on FIFO, LIFO, etc. Calculate machine hour rate, prepare contract account, labor turnover, causes and measures. അപ്പോൾ ഇതിന്റെ എല്ലാം ബ്ലോക്കും എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ടേബിളിൽ മെൻഷൻഡ് ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് നോക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു ഇത് ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ തന്നിട്ടുള്ള റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മൊത്തം വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഏകദേശം 53% ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു 53% ഈ ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള ഏരിയാസിലോട്ട് മൂവ് ഓൺ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മള് ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങളുടെ ആ ഒരു ആൻസർ നിങ്ങൾ ഒരു 5 മിനിറ്റിൽ നിങ്ങളൊന്ന് ഔട്ട്ലൈൻ കൊടുക്കുക. നിങ്ങളിപ്പോ ഒരു ആൻസർ എഴുതാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിൽ തന്നെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, അടുത്തൊരു 12 മിനിറ്റ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ കിട്ടുന്നില്ലേ, ഈ ഒരു ടൈമിനുള്ള പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ പല ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡെഫിനിഷൻസ്, കമ്പ്യൂട്ടേഷൻ, ഷോർട്ട് നോട്ട്, ഫുൾ ലെങ്ത് തുടങ്ങിയിട്ടുള്ള പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ഒരു ദിവസം പ്രോബ്ലംസ് മാത്രം വർക്ക്ഔട്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മടുപ്പ് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കുറച്ച് ഡെഫിനിഷൻ ക്വസ്റ്റ്യൻസ് നോക്കുക, കുറച്ച് കമ്പ്യൂട്ടേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. എന്ത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് സെൽഫായിട്ട് ചെയ്യാൻ കിട്ടുന്നില്ല. ഇപ്പൊ FIFO, LIFO ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സും പ്രോബ്ലംസും ഒക്കെയാണ്. പക്ഷെ അത് ചുമ്മാ വായിച്ചു നോക്കി പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് കിട്ടില്ല. എപ്പോഴും സ്റ്റുഡൻസ് ഞാനത് പഠിച്ചിരുന്നു, ഞാനത് ടെക്സ്റ്റ് നോക്കി പഠിച്ചിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കും, ചെയ്ത് നോക്കിയിരുന്നോ? ഇല്ല, ചെയ്തില്ല മിസ്സേ, പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്യാൻ നോക്കി, കിട്ടി. അങ്ങനെ പോരാ, നിങ്ങളത് ചെയ്ത് തന്നെ നോക്കണം. വൺസ് ചെയ്യുമ്പോൾ മാത്രമേ ഡൗട്ടുകൾ വരുള്ളൂ, ചെയ്യുമ്പോൾ മാത്രമേ അതിനുള്ളിലുള്ള ഒരു ചെറിയ ചെറിയ ട്രിക്കി പോയിന്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ചുമ്മാ വെറുതെ നോക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാം ഹാളിൽ ചെയ്യാൻ കിട്ടില്ല, 100% കിട്ടില്ല. കാരണം നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന്, സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്നുള്ള ഫീഡ്ബാക്കിൽ നിന്ന് നമുക്കത് അറിയണ കാര്യമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് തന്നെ നോക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ കിട്ടുള്ളൂ. ആ ഒരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താലും നമുക്കത് ആ ഒരു ക്വസ്റ്റ്യനൊക്കെ 10 മാർക്കിനും 15 മാർക്കിനൊക്കെ വരുമ്പോൾ 2 ക്വസ്റ്റ്യൻ ശരിയായത് തന്നെ നിങ്ങൾക്ക് എന്താണ് പാസ് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ധൈര്യത്തോടു കൂടെ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. അപ്പൊ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. പ്രോബബിലിറ്റി നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് ഏതൊക്കെ പാറ്റേൺ ക്വസ്റ്റ്യൻസ് വരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തത്, കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. ഇനി പ്രോബബിലിറ്റി മെട്രിക്സ് ടേബിൾ നോക്കുന്ന സമയത്ത് നമുക്ക് ബ്ലോക്ക് 1 നിന്ന് കോസ്റ്റിംഗ് വേഴ്സസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ക്വസ്റ്റ്യൻ ഒരു 90% ചാൻസസ് ഉണ്ട്, റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. ഹൈ കാറ്റഗറിയിലാണ്. കോസ്റ്റ് ഷീറ്റ് 90% ഉണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഒക്കെ 80% ചാൻസ് ഉണ്ട്. പർച്ചേസ് പ്രൊസീജിയർ 70% ഉണ്ട്. ABC അനാലിസിസ് 70% ഉണ്ട്. മെഷീൻ അവർ റേറ്റ് 60% ഉണ്ട്. ലേബർ ടേൺ ഓവർ 60% ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഹൈ കാറ്റഗറിയിലും മീഡിയം കാറ്റഗറിയിലും ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുമാണ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് 60% ഉണ്ട്. മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ 60% ഉണ്ട്. പ്രോസസ് കോസ്റ്റിംഗ്, FIFO, LIFO, EOQ, ന്യൂമറിക്കൽസ്. EOQ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മിക്കപ്പോഴും ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വരാറുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ആ ഫോർമുല കറക്റ്റ് ആയിട്ട് പഠിക്കുക, ആ ഫോർമുലയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോർഷൻമെന്റ് ഓഫ് ഓവർ ഹെഡ്സ് ലോ കാറ്റഗറിയിലാണ്. ജോബ് കോസ്റ്റിംഗ് ലോ കാറ്റഗറിയാണ്. ജോയിൻ ആൻഡ് ബൈ പ്രൊഡക്റ്റ് കോസ്റ്റിംഗ് ലോ കാറ്റഗറിയിലാണ്. സർവീസ് കോസ്റ്റിംഗ് ലോ കാറ്റഗറിയാണ്. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് ലോ കാറ്റഗറി. ഇതൊക്കെ ലോ കാറ്റഗറിയിലോട്ട് വരാൻ കാരണം ഇതൊന്നും എല്ലാ എക്സാമിനും
എല്ലാ അറ്റംപ്റ്റിനും എപ്പോഴും ഈ ക്വസ്റ്റ്യൻസ് വരാറില്ല. പക്ഷെ എപ്പോഴും എന്താണ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇപ്പൊ ജോബ് പോസ്റ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ജോയിന്റ് പ്രോഡക്റ്റ് ബൈ പ്രോഡക്റ്റ് ആയിരിക്കും, പിന്നെ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം സർവീസ് പോസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനത്തെ ഏരിയാസിലുള്ള ക്വസ്റ്റ്യൻ ഏരിയാസ് ആണ് കേട്ടോ ഈ ഒരു ലോ കാറ്റഗറിയിലൊക്കെ വരുന്നത്. നമ്മള് ഈ ഹൈ ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഇപ്പൊ എന്താ ഒരു 9 ടൈംസോ 8 ടൈംസോ ഒക്കെ എപ്പോഴും 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ ഒരു 8 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ ഹൈ കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ് ഇപ്പൊ പർച്ചേസ് സ്റ്റെപ്സ് ഒക്കെ 7 പ്രാവശ്യം വന്നിട്ടുണ്ട്, ABC അനാലിസിസ് 7 പ്രാവശ്യം വന്നിട്ടുണ്ട്, മെഷീൻ അവർ റേറ്റ് 6 പ്രാവശ്യം വന്നിട്ടുണ്ട്, ലേബർ ടേൺ ഓവർ 6 പ്രാവശ്യം വന്നിട്ടുണ്ട്, കോൺട്രാക്ട് അക്കൗണ്ട് 6 പ്രാവശ്യം വന്നിട്ടുണ്ട്, അപ്ലൈഡ് കോസ്റ്റിംഗിന്റെ ആ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ 6 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ ഒരു 6-7 പ്രാവശ്യം വന്നിട്ടുള്ളതാണ് നമ്മൾ ഈ പ്രോബബിലിറ്റിയിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഏരിയാസ് നിങ്ങൾ എന്ത് ചെയ്യാം, മിസ്സാക്കാണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക. എപ്പോഴും വരുന്നതായതുകൊണ്ട് എന്താണ് ആ ഒരു ഏരിയാസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. ഇതെല്ലാം തന്നെ ആ വന്നിട്ടുള്ള ഒരു പ്രൊപ്പോർഷനും കാര്യങ്ങളും കാണിക്കുന്നതാണ്. ഞാൻ ആ മുമ്പത്തെ സ്ലൈഡുകളിൽ ഷെയർ ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പൊ ഹൈ കാറ്റഗറിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് കോസ്റ്റിംഗും കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസ്, കോസ്റ്റ് ഷീറ്റ്, അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, പർച്ചേസ് പ്രൊസീജിയർ, ABC അനാലിസിസ്. നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ ലെങ്ത് ആൻസേഴ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എനിക്കറിയാം മൊത്തത്തിലൊന്നും എഴുതി പഠിക്കാൻ ആർക്കും ടൈം ഉണ്ടാവില്ല. പക്ഷെ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കി വെക്കുക. ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി ഒരു ഇടയ്ക്ക് ഒരു ബോഡി പാർട്ട് ഉണ്ട്, അതിന് തന്നെ ഒരു ബോഡി പാർട്ട് തന്നെ ചിലപ്പോൾ 1-2 പാരഗ്രാഫ് എഴുതേണ്ടി വരും, പിന്നെ ഒരു കൺക്ലൂഷൻ വേണം, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ചെറിയ ചെറിയ ഫ്ലാഷ് കാർഡ്സ്, സ്റ്റിക്കി നോട്ട്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാമിന് തൊട്ടുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഒരു കമ്പൈൻ സ്റ്റഡി ആയിട്ടൊക്കെയാണ് നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൺസെപ്റ്റുകൾ പഠിപ്പിക്കുക. നിങ്ങൾക്ക് അത് കൂടുതൽ മെമ്മറൈസ് ചെയ്ത് നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു രീതിയിലും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അടുത്തത് മീഡിയം കാറ്റഗറിയിലെ മെഷീൻ അവർ റേറ്റ്, ലേബർ ടേൺ ഓവർ, കോൺട്രാക്ട് കോസ്റ്റിംഗ്, മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആൻഡ് അപ്ലിക്കേഷൻ, പ്രോസസ് കോസ്റ്റിംഗ്, FIFO, LIFO, YOQ എന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ഹൈ കാറ്റഗറി മീഡിയം കാറ്റഗറി മിസ്സാക്കാണ്ട് തന്നെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ട് പോകാൻ വേണ്ടി നോക്കുക കേട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എന്താ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മള് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരു നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവിഷൻ ഒരു 12 മിനിറ്റ്സിനുള്ളിലൊക്കെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് എൻഷുർ ചെയ്യുക. എക്സാമിന് മുമ്പൊക്കെ ഒന്ന് നോക്കാനൊക്കെ ഒന്ന് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അടുത്ത ലോ ലെസ് ദാൻ 40% പ്രോബിലിറ്റി ആണ് അപ്പോർച്ച്മെന്റ് ഓഫ് ഓവർഹെഡ്സ്, ജോബ് കോസ്റ്റ്, ജോയിന്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ് കോസ്റ്റിംഗ്, സർവീസ് കോസ്റ്റിംഗ്, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ഓവർഹെഡ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതും ലോ ആണെന്ന് വിചാരിച്ച് ക്വസ്റ്റ്യൻ വരില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഹൈയും മീഡിയവും കവർ ചെയ്തതിന് ശേഷം ടൈം ഉണ്ടെങ്കിലാണ് നിങ്ങൾ ലോ കാറ്റഗറി കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്നും ക്വസ്റ്റ്യൻ വരില്ല എന്നുള്ളതല്ല, നിങ്ങൾക്കറിയാം 8-9 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഏതെങ്കിലും 5 നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരും. അപ്പൊ ഹൈയും മീഡിയവും നമ്മൾ കവർ ചെയ്തത് തന്നെ നമുക്ക് ഏകദേശം 5 ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ആൻസർ ചെയ്യാനുള്ള ഒരു ചാൻസ് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അനാലിസിസിന്റെ ബേസിസിൽ നമ്മൾ ലേൺവൈസിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഇഗ്നോ എക്സാം പാറ്റേണിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 3 മണിക്കൂറിന്റെ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡെഫിനറ്റ്ലി അത് എന്ത് ചെയ്യുക, നിങ്ങളത് ഒരു കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതൽ കാര്യമായിട്ട് തന്നെ നോക്കിയിട്ട് ചെയ്യാൻ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് വരും. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്, നമുക്കൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്തിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോവാം.
അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഹൈലൈറ്റിംഗ് എനി 4 key points of difference with suitable examples. എക്സാമ്പിൾസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യണം. ഈ പാർട്ട് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ എനി 3 main advantages and 2 limitations of cost accounting in a modern manufacturing context. യൂണിറ്റ് 1 നിന്നാണ്, ബ്ലോക്ക് 1 യൂണിറ്റ് 1 നീഡ് ഫോർ കോസ്റ്റിംഗ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ലേൺ വൈസ് ആപ്പ് യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും തന്നെ ഇതിന്റെ ആൻസർ കീ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ആപ്പ് റെഫർ ചെയ്യുക, ബാക്കിയുള്ളവർ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് പ്രിപ്പയർ എ ഡീറ്റെയിൽ കോസ്റ്റ് ഷീറ്റ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ഫോർ ആൽഫ ടൂൾസ് ലിമിറ്റഡ് ഫോർ ദ മന്ത് ഓഫ് മാർച്ച് 2025. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് 2,40,000, ഡയറക്ട് വേജസ് 1,35,000, ഫാക്ടറി ഓവർഹെഡ് 75% ഓഫ് ഡയറക്ട് വേജസ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് 52,000, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് 43,000, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 21,000, closing stock of finished goods 27,000, units produced 4,000, units sold 3,800. Also calculate the cost per unit produced and the profit per unit sold if the total sales for March were 6,84,000. കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കിയതിനു ശേഷം ഈ രണ്ട് ക്വസ്റ്റിനുള്ള ആൻസറും കൂടെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ബി പാർട്ട് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിപ്പയറിംഗ് എ കോസ്റ്റ് ഷീറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഫോർ എ മാനുഫാക്ചറിംഗ് കമ്പനി. കോസ്റ്റ് ഷീറ്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് എക്സ്പ്ലെയിൻ, തേർഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ABC അനാലിസിസ് ടെക്നിക്, തിയറി ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഒരു പ്രാക്ടിക്കൽ ഏരിയ വന്നിട്ടുണ്ട്. ബി ഗിവൻ ദ ഫോളോയിങ് ടേംസ് ക്ലാസിഫൈ ദം യൂസിങ് ABC അനാലിസിസ് ആൻഡ് സ്റ്റേറ്റ് വിച്ച് കാറ്റഗറി ഈച്ച് ഐറ്റം ഫോൾസ് ഇൻ ടു. ആ ഒരു ആനുവൽ കൺസംഷൻ വാല്യൂവിന്റെ ബേസിസിൽ നമുക്ക് അത് ABC എന്ന് പറയുന്ന 3 കാറ്റഗറിയിലോട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് സി കാറ്റഗറി ക്വസ്റ്റ്യൻ ലിസ്റ്റ് 2 advantages and 2 limitations of using ABC analysis for inventory control. ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഇൻവെന്ററി കൺട്രോൾ ABC അനാലിസിസ് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ പർച്ചേസ് പ്രൊസീജിയർ ഫോർ എ മീഡിയം സൈസ്ഡ് മാനുഫാക്ചറിംഗ് കമ്പനി. ഇല്ലുസ്ട്രേറ്റ് യുവർ ആൻസർ വിത്ത് എ ഫ്ലോ ചാർട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഈച്ച് സ്റ്റെപ്പ് ഇൻ എൻഷുറിംഗ് എഫിഷ്യന്റ് മെറ്റീരിയൽ പ്രൊക്യൂർമെന്റ്. ബ്ലോക്ക് 2 യൂണിറ്റ് 3 പർച്ചേസ് പ്രൊസീജിയർ എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഏരിയയും കൂടെയാണ്. അപ്പൊ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. ഫിഫ്ത് ക്വസ്റ്റ്യൻ എ പാർട്ട് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ലേബർ ടേൺ ഓവർ. ബി പാർട്ട് ക്വസ്റ്റ്യൻ ദ ഫോളോയിങ് ഡാറ്റ ഈസ് പ്രൊവൈഡഡ് ഫോർ വിരാട് മാനുഫാക്ചറിംഗ് കമ്പനി ഫോർ ദ ഇയർ ended 31st March 2025. Number of workers at the beginning of the year 300, number of workers at the end of the year 320, number of workers who left during the year 30, number of workers discharged during the year 10, number of workers recruited 60 including replacement. ഇതിലെ calculate labor turnover rate using separation, replacement, flux method. 3 മെത്തേഡിൽ നമുക്ക് ലേബർ ടേൺ ഓവർ കണ്ടുപിടിക്കാൻ പറ്റും. ആ 3 മെത്തേഡിലും എങ്ങനെയാണ് ഫോർമുലാസ് ഉണ്ട്. അത് ഫസ്റ്റ് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഓരോ മെത്തേഡിന്റെ അണ്ടറിലുള്ള ഫോർമുല എഴുതാം. ദെൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഡാറ്റ തന്നിട്ടുണ്ട്. ആ ഫോർമുലയിൽ ജസ്റ്റ് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. C category question suggest 3 measures that can help reduce labor turnover in manufacturing organization. Labor turnover important ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. അടുത്തത് 6th question XYZ Limited uses 2 machines for production. The following data is available for the month of April 2025 for machine A. Cost of machine 2,50,000, installation charges 25,000, estimated life 10 years, estimated scrap value 10,000. Working hours in April 180, power consumption 5 units per hour at 7 per unit, repairs and maintenance 3,600 per annum, insurance 1,800 per annum, operator salary half of time on machine A, that is 12,000 per month, factory rent a portion to machine A 2,000 per month. Required compute the machine hour rate for machine A for April 2025. April month machine hour rate, machine A and machine hour rate and compute ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. Second question explain the significance of machine hour rate in cost allocation. Block 3 നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 10 machine hour rate വർക്ക്ഔട്ട് ചെയ്യുക. അതിനൊരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. 7th question. First question A, discuss the key differences between job costing and contract costing, providing at least 3 points for each. Job costing and contract costing തമ്മിലുള്ള difference. B part, a company undertakes a contract of 12,000 expected to be completed in 2 years. The following details relate to the year ended 31st March 2025. Materials purchased 2 lakh, wages paid 1,50,000, direct expenses 20,000, overheads 40,000, plan purchase for contract 60,000, depreciate at 20% per annum.
Work certified 5 lakh, work uncertified 30,000, cash received 80% of work certified, materials at site closing 18,000, plant at site closing 48,000, outstanding wages 15,000. Prepare contract account, calculation of profit to be transferred to profit and loss account for 2024 to 25. Block 4, Unit 14, contract posting ഒരു ക്വസ്റ്റ്യൻ ആണ്. കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. And 8th question, first one, process costing is suitable for industries where production is continuous and units are identical. Justify this statement with suitable examples. Process costing continuous ആയിട്ടുള്ള പ്രൊഡക്ഷനും ആ ഒരു സെയിം ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിനാണ് കൂടുതൽ സൂട്ടബിൾ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അത് ശരിയാണോ, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യുന്ന ആൻസർ നിങ്ങൾ എഴുതുക. ഇതൊക്കെയാണ് കേസ് ബേസ്ഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. നമ്മുടെ ഒരു റിയൽ ലൈഫ് ബേസ്ഡ് വരുന്ന ക്വസ്റ്റ്യൻസ്. ബി കാറ്റഗറി, ദ ഫോളോയിങ് ദാറ്റ് ആർ റിലേറ്റ്സ് ടു പ്രോസസ് 1 ഓഫ് ഋഷി ലിമിറ്റഡ് ഫോർ April 2025. Input 10,000 units at 18 per unit, direct wages 1,25,000, indirect expenses 60,000, normal loss 5% of input, scrap value rupees 8 per unit, output transfer to process to 9,200 unit, closing work in progress 400 units, 80% complete for material, 50% complete for labor and overheads. Required, prepare the process account showing calculation of cost per unit, compute the value of closing work in progress. Process costing block 4 process costing ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അടുത്ത 9th ക്വസ്റ്റ്യൻ ആണ്. A, describe the purpose and methodology of ABC analysis in inventory management. B, for the following item, determine which will fall under A, B, C category based on their annual consumption value and justify your answer. Discuss 2 limitations of ABC analysis. നമ്മൾ ഈ ഒരു സിമിലർ പാറ്റേൺ ക്വസ്റ്റ്യൻ നമ്മൾ വേറെ കണ്ടായിരുന്നു. അതുപോലെ തന്നെയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. 10th ക്വസ്റ്റ്യൻ, explain the concept of overheads apportionment and discuss 2 bases commonly used for apportioning factory overheads to departments. പലതുണ്ട്, ഫ്ലോർ ഏരിയ ഉണ്ട്, മെഷീൻ അവർ റേറ്റ് വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്, നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ ബേസിസിൽ ചെയ്യാറുണ്ട്. അപ്പൊ ഒരു ഓവർഹെഡ് അപ്പോർച്ച്മെന്റ് നമ്മൾ ചെയ്യുന്ന ബേസിസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ബി ക്വസ്റ്റ്യൻ, the following indirect expenses are to be apportioned among 2 production department P1 and P2 and 2 service department S1 and S2. Particulars and total, power, supervision, repairs, maintenance, rent and rates, total amounts തന്നിട്ടുണ്ട്. Additional information ആയിട്ട് power to be allocated based on machine hours, P1 1,200, P2 800, S1 400, S2 600. Supervision based on number of workers, P1 20, P2 25, S1 5, S2 10. Repairs and maintenance based on value of machinery, P1 4 lakh, P2 3 lakh, S1 50,000, S2 50,000. Rent rates based on area occupied, 4,000 square feet, P1, P2 3,000 square feet, S1 2,000 square feet, S2 1,000 square feet. Required apportion the overhead among the 4 departments using the above basis. Show the total overhead for each department after apportionment. Block 3, united apportionment and overheads എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഇഗ്നോയുടെ സെയിം ഫോർമാറ്റ് തന്നെ യൂസ് ചെയ്യുക. അതായത് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. 100 മാർക്സിനാണല്ലോ എക്സാം എഴുതുന്നത്. പറ്റുന്നവർ എല്ലാവരും തന്നെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് മസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പർ തന്നെയാണ്, ടഫ് ഒന്നും അല്ല. ആ ഒരു ഏരിയാസ്, നിങ്ങൾ പഠിക്കുന്ന ഏരിയാസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും എക്സാം പാസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. പറഞ്ഞ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ. താങ്ക് യു.